നമസ്കാരം. പ്രധാന വാർത്തകൾ. എംഡിക്ക് മലയാളം ഇന്ന് വിട പറയും. സംസ്കാരം വൈകിട്ട് 5-ന്. വിഖ്യാത സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായരുടെ ഭൗതിക ശരീരം കൊട്ടാരം റോഡിലെ വസതിയായ സിതാരയിലെത്തിച്ചു. വൈകിട്ട് 4 വരെ വീട്ടിൽ അന്തിമോപചാരം അർപ്പിക്കാം. 5-ന് മാവൂർ റോഡ് ശ്മശാനത്തിലാണ് സംസ്കാരം. എം എൻ കാരിശ്ശേരി, മന്ത്രി എ കെ ശശീന്ദ്രൻ, ഷാഫി പറമ്പിൽ എം പി, എം സ്വരാജ്, പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ വീട്ടിലെത്തി. എം ഡിയുടെ വിയോഗ വാർത്തയറിഞ്ഞ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ആരാധകർ അടക്കം വൻ ജനാവലി എത്തിയിരുന്നു. ലഹരി ഉപയോഗം പോലീസിനെ അറിയിച്ചയാളെ കൊലപ്പെടുത്തി. മൃതദേഹവുമായി സ്റ്റേഷനു മുന്നിൽ ബന്ധുക്കളുടെ പ്രതിഷേധം. ലഹരി ഉപയോഗം പോലീസിനെ അറിയിച്ച ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം. മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും വർക്കല പോലീസ് സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. ലഹരി മാഫിയക്കെതിരെ പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. പ്രതികളെ പിടികൂടുന്നതിൽ പോലീസ് ഊർജ്ജസ്വലത കാണിച്ചില്ലെന്നും പോലീസ് ശക്തമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്ന ആക്ഷേപവും ബന്ധുക്കൾ ഉന്നയിച്ചു. ക്രിസ്മസ് രാത്രിയിൽ വർക്കല താഴെവെട്ടൂരിലാണ് ഷാജഹാനെ 3-അംഗ സംഘം വെട്ടിയത്. സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീണത് ലോറിക്കടിയിലേക്ക്. പെൺകുഞ്ഞിന് ദാരുണാന്ത്യം. സ്കൂട്ടറിൽ നിന്ന് വീണ കുഞ്ഞ് ലോറി ഇടിച്ചു മരിച്ചു. വാടനാപ്പള്ളി സെന്ററിന്റെ വടക്ക് ഭാഗത്തെ വളവിൽ സ്കൂട്ടറിൽ നിന്നും റോഡിലേക്ക് വീണ പെൺകുഞ്ഞ് ലോറി ഇടിച്ചു മരിച്ചു. തളിക്കുളം ത്രിവേണി സ്വദേശി കണ്ണൻകേരൻ വീട്ടിൽ മണികണ്ഠന്റെ മകൾ ജാൻവിയാണ് മരിച്ചത്. 2.5 വയസ്സായിരുന്നു. സ്കൂട്ടറിന് മുന്നിൽ പോയിരുന്ന കാറിൽ തട്ടിയതിനെ തുടർന്നാണ് കുഞ്ഞ് റോഡിലേക്ക് തെറിച്ചു വീണത്. ഈ സമയം ഇതുവഴി പോയിരുന്ന ലോറി പെൺകുട്ടിയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. വീട് കയറി ആക്രമണം. സംഘത്തിലുണ്ടായിരുന്ന ആളടക്കം 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കലിങ്ങപ്പുറം വീട്ടിൽ സുജിത്ത്, മടത്തിൽ പറമ്പിൽ അഭിഷേക് എന്നിവരാണ് മരിച്ചത്. അഭിഷേകും മറ്റു 2 പേരും ചേർന്ന് സുജിത്തിനെ വീട് കയറി ആക്രമിക്കുകയായിരുന്നു. കുത്തുകൊണ്ട സുജിത്ത് പ്രതിഷേധിക്കുന്നതിനിടെ അഭിഷേകിനും കുത്തേൽക്കുകയായിരുന്നു. കൊടകര വട്ടേക്കാട് ഇന്നലെ രാത്രിയാണ് സംഭവം. സുജിത്തിന്റെ മൃതദേഹം ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലും അഭിഷേകിന്റെ മൃതദേഹം കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. ഹരീഷ്, വിവേക്, അഭിഷേക് എന്നിവരാണ് സുജിത്തിന്റെ വീട്ടിൽ ആക്രമിക്കാൻ കയറിയത്. വിവേകിനെ 4 കൊല്ലം മുമ്പ് ക്രിസ്മസ് രാത്രിയിൽ സുജിത്ത് കുത്തിയിരുന്നു. ഇതിന്റെ പകയാണ് ആക്രമണത്തിൽ കലാശിച്ചത്. തീർത്ഥാടകരുടെ തിരക്ക് കുറഞ്ഞു. മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ഇന്ന് മണ്ഡലപൂജ. ദർശന പുണ്യം തേടി ഒഴുകിയെത്തിയ ശബരിമല തീർത്ഥാടകരുടെ വൻ തിരക്ക് കുറഞ്ഞു. മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ഇന്ന് മണ്ഡലപൂജ. രാത്രി 1-ന് നടയടയ്ക്കും. തങ്കയങ്കി ചാർത്തി ദീപാരാധന തൊഴുത് 10,000-ങ്ങളാണ് ഇന്നലെ മലയിറങ്ങിയത്. ഇന്നലെ രാത്രി 11-ന് നട അടയ്ക്കുമ്പോഴും ശരംകുത്തി വരെ ക്യൂ ഉണ്ടായിരുന്നു. നടയടച്ച ശേഷവും ഇവരെ 18-ാം പടി കയറ്റിയാണ് തിരക്ക് കുറച്ചത്. ഇവർക്ക് പുലർച്ചെ വടക്കേ നടയിലൂടെ ദർശനത്തിന് അവസരം ലഭിച്ചു.